സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ സ്വലാത്ത്, ഒരു കുഞ്ഞൻ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിത് കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്കിത് അറിയാവുന്ന സ്വലാത്തായിരിക്കും. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല നാളെ ആഖിറത്തിൽ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം കൊടുക്കുമെന്നാൽ, നബിതങ്ങൾ സമ്മാനം കൊടുക്കും ഒരു മനുഷ്യന്. അതാർക്കാണ്? എന്താണ് ആ കൊടുക്കുന്ന സമ്മാനം? അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് ഏതാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ പ്രതിഫലം എന്താണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്വലാത്താണ്. നമുക്കൊക്കെ അറിയാം, സ്വലാത്തുകൾ ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമുക്കറിയാവുന്ന, നമ്മൾ മനഃപ്പാടമുള്ള, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ സ്വലാത്തുകളാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ നാവിൻ്റെ തുമ്പിൽ, അതായത് നാവിൽ എപ്പോഴും വായിൽ വരുന്ന, ചൊല്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വേഗത്തിൽ ചൊല്ലാൻ പറ്റുന്ന, സ്ഥിരമായി ചൊല്ലുന്ന ഏത് സ്വലാത്താണെന്ന് കമൻറ്റായി എഴുതാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എഴുതിയത് സ്വലാത്തുൽ ഇബ്രാഹിമിയ, നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ്, അതുപോലെ സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ആ ഒരു സ്വലാത്ത്. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ വ്യത്യസ്തമായ രൂപത്തിൽ ഉമ്മമാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു തആല നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളുടെ മഹത്വം അത് മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ സ്വലാത്ത് വിടൂല, എന്നും സ്വലാത്തായിരിക്കുമെന്നാണ്. ഒരു സ്വഹാബി വന്ന് നബി തങ്ങളോട് ചോദിച്ചു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, എൻ്റെ സംസാരത്തിൻ്റെ 1/3 ഞാൻ സ്വലാത്താക്കട്ടെ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആക്കിയാൽ നിനക്ക് അത് വലിയൊരു ഖൈറാണ്. വീണ്ടും ആ സ്വഹാബി ചോദിച്ചു, നബിയെ, ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ 2/3 സ്വലാത്ത് ചൊല്ലട്ടെ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ നിനക്ക് ചൊല്ലാൻ പറ്റിയാൽ അത് നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നന്മയാണ്. അത് നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നന്മയാണ്. വീണ്ടും ആ സ്വഹാബി ചോദിച്ചു, നബിയെ, എൻ്റെ സംസാരത്തിൽ 3/3 ഞാൻ സ്വലാത്താക്കിയാൽ എന്താണ് ഗുണം? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ കിടക്കാം. ആ തരത്തിൽ ഒരുപാട് കൂലി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത് നിനക്ക് ഒരു വലിയ ഖൈറാണ്, അത് നിന്നെ ഇഹപര വിജയത്തിന് നിദാനമാണ് എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത്. ഇന്ന് ഒരു ചെറിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും പറഞ്ഞു തരാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറാകുന്ന തഫ്സീറുൽ കബീർ, ആ തഫ്സീറുൽ കബീറിൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെല്ലാവരെയും ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടും. ഖിയാമത്ത് നാളെ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ എന്ന തുലാസ്, ആ മീസാൻ എന്ന തുലാസിൽ ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരല്പം നന്മ കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാം. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. ഒരല്പം നന്മ കൂടി ഉണ്ടെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടെങ്കിൽ, ഒരു അൽഹംദുലില്ലാഹ് ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ കടക്കാം. അപ്പോൾ അതിങ്ങനെ നിൽക്കുക, നന്മയും തിന്മയും ഇങ്ങനെ നിൽക്കുകയാണ്. നന്മ അങ്ങ് താഴേക്കും വരുന്നില്ല, അതുപോലെ തന്നെ തിന്മ മുകളിലേക്കും പോകും. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെല്ലുമെന്നാണ്. നബിതങ്ങൾ അവിടെ ചെല്ലും. എന്നിട്ടോ അവിടുത്തെ നബിതങ്ങളുടെ വിരലിൻ്റെ വലിപ്പമുള്ള ഒരു വസ്തു അത് മീസാൻ എന്ന തുലാസിലേക്ക് വെക്കുമെന്നാണ്. മീസാൻ എന്ന തുലാസിലേക്ക് വെക്കും. ആ സമയത്ത് ആ മീസാൻ എന്ന ത്രാസ്, നന്മയും തിന്മയും തൂക്കുന്ന തുലാസ്, നന്മയുടെ തട്ട് അതിങ്ങനെ ഭാരം കൊണ്ട് താഴേക്ക് വരുമെന്നാണ്. അയാൾക്ക് വലിയ സന്തോഷമാകും, ആഹ്ലാദമാകും. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കും, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് സമർപ്പണമാണ്. എന്ത് അമലാണ് നബിയെ, ഞാൻ ചെയ്യാത്ത എന്ത് അമലാണ് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ മീസാൻ എന്ന തുലാസിൽ വെച്ച് തന്നത്? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇത് നിന്റെ ജീവിതത്തിൽ ചെയ്തൊരു അമലാണ്.
നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു അമലാണ്, വേറെ ഒന്നുമല്ല. അത് നീ എനിക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്താണ്. നീ എനിക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്താണ്. ആ സ്വലാത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. നിനക്കാവശ്യമാകുന്ന സമയത്ത് അത് തരാനാണ് ഞാനിവിടെ വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുമെന്ന് മഹാനായ ഇമാം റാസി തഫ്സീറുൽ കബീർ എന്ന അവിടുത്തെ കിതാബിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ച് തരുകയാണ്. അതായത് പറഞ്ഞു വന്നത് സ്വലാത്തിൻ്റെ മഹത്വമാണ്, സ്വലാത്തിൻ്റെ ഗുണമാണ്. അതെത്ര പറഞ്ഞാലും തീരില്ല. സ്വലാത്ത് ചൊല്ലുന്നവരെ നിങ്ങൾക്ക് എന്താണ് അഭിമാനിക്കാം ദുനിയാവിലും നാളെ ആഖിറത്തിലും. കാരണം നിങ്ങൾ പറയുന്നത് അള്ളാൻ്റെ ഹബീബിൻ്റെ പേരാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കും. നമ്മുടെ നാടിൻ്റെ കാര്യം, നമ്മുടെ വീടിൻ്റെ കാര്യം, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ ഉമ്മയുടെ കാര്യം, എൻ്റെ വാപ്പയുടെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, ഇങ്ങനെ ഓരോരുത്തരും സ്വന്തമായി അവരുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്ത് നമ്മളെല്ലാവരും വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, അതുപോലെ തന്നെ ഖുർആനോത്തുണ്ട്, അതുപോലെ സ്വതക്ക എടുക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല ഒരു പക്ഷേ സ്വീകരിക്കുന്നതിന് മുമ്പ് അല്ലാഹു കബൂലാക്കുന്ന ഒരു അമലായിരിക്കും എന്ത് സ്വലാത്ത്. ഞാനങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ നിസ്കാരം അല്ലാഹു തആല നല്ലതുപോലെ നോക്കും. നിസ്കാരം നമ്മൾ നിസ്കരിച്ചത് അത് ശരിയായിട്ടുണ്ടോ, അതിൻ്റെ ഷർത്ത്, അതിൻ്റെ ഫർള്, അതിൻ്റെ കറാഹത്ത്, അതിൻ്റെ സുന്നത്ത് എല്ലാം അല്ലാഹു തആല നോക്കി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു അമൽ അതിൻ്റെ ഒന്നും നോക്കില്ല, അതവൻ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൻ്റെ സുന്നത്തോ ഷർത്തോ ഫർളോ ഒന്നും അല്ലാഹു നോക്കില്ല. അതേതാണ്? ഒരൊറ്റ അമൽ, അത് സ്വലാത്താണ്. സ്വലാത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ന്യൂനതയും അല്ലാഹു തആല നോക്കില്ല. അത് ന്യൂനത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹു വേഗത്തിൽ സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം തരുമെന്നാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ജഅഫർ ത്വഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മഹാനായ ഇമാം ഷാഫി നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാമാണ്. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം, മഹാനവറുകൾ വഫാത്തായി ഒരുപാട് നാളുകൾക്ക് ശേഷം അബ്ദുല്ലാഹിബിൻ അബ്ദുൽ ഹക്കം എന്ന ഒരു വലിയ സ്വാത്വികനായ മനുഷ്യൻ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു ലഹു, ഞാൻ ഷാഫി ഇമാമിനോട് ചോദിച്ചു. അദ്ദേഹം പറയുകയാണ്, മാ ഫഅലല്ലാഹു ബിക, നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല എന്താണ് ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത്? അള്ളാഹുവിന് നിങ്ങൾ ചെയ്ത അമലുകളിൽ ഏറ്റവും കൂടുതലായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന് മഹാനവറുകൾ ചോദിച്ചു എന്നാണ്. അപ്പോൾ മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്, ഫഖാല, മഹാനവറുകൾ പറഞ്ഞു, റഹ്മനി വ ഗഫർലി റബ്ബി, അല്ലാഹു തആല എനിക്ക് കരുണ ചെയ്തു, അല്ലാഹു എനിക്ക് പുറത്തു തന്നു, മലക്കുകളുടെ അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് എന്നെ ആനയിക്കപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം നിങ്ങൾ എഴുതിയ കിതാബുകളാണോ? നിങ്ങൾ ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട്, ആ കിതാബ് എഴുതിയതാണോ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഇബാദത്താണോ? നിങ്ങളുടെ നിസ്കാരമാണോ? നോമ്പാണോ? സ്വതക്കയാണോ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് അതൊന്നുമല്ല. എൻ്റെ നിസ്കാരവും നോമ്പും സക്കാത്തും അതും ഇതുമൊക്കെ സ്വീകരിക്കുന്നതിന് മുന്നേ അല്ലാഹു തആല എന്നിൽ നിന്നും കബൂലാക്കിയ ഒരു അമലെന്ന് പറഞ്ഞാൽ മഹാനവറുകൾ പറയുന്നു, എൻ്റെ ഒരു കിതാബുണ്ട്. ആ കിതാബിൻ്റെ അവസാനം ഞാനൊരു സ്വലാത്ത് എഴുതി വെച്ചിരുന്നു. ഒരു സ്വലാത്ത് ഞാൻ എഴുതി വെച്ചിരുന്നു. ആ സ്വലാത്ത് എഴുതി അത് ഞാൻ സാധാരണ ഓരോ കിതാബുകൾ എഴുതുമ്പോഴും അതിൻ്റെ അവസാനം ഒരു സ്വലാത്ത് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്വാഭാവികമായ ചിന്തയിൽ നിന്നും ഒരു സ്വലാത്ത് എഴുതിയതാണ്. പക്ഷേ ആ ഒരു സ്വലാത്താണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മഹാനായ ഇമാം ഷാഫി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു അഹങ്കാരമില്ലാത്ത, ഒരു കിബറില്ലാത്ത, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ കളിച്ചിരി തമാശയിൽ പറഞ്ഞതാണെങ്കിലും ഉറക്കെ പറഞ്ഞാലും പതിയെ പറഞ്ഞാലും മനസ്സിൽ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അത് നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ നേട്ടം ഉറപ്പാണ്. നാളെ ആഖിറത്തിലും ഇന്ന് ദുനിയാവിലും അതിൻ്റെ പ്രതിഫലം അല്ലാഹു തരും. അത് ഒരേ ഒരു ഇബാദത്താണ്, അത് സ്വലാത്ത്. ഇമാം ഷാഫി തങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ കാരണം മഹാനവറുകൾ എഴുതി വെച്ചൊരു സ്വലാത്താണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഈ അറബിയിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതൂല്ലേ, നബിതങ്ങളുടെ പേരെഴുതുമ്പോൾ മുഹമ്മദ് എന്ന പേരെഴുതുമ്പോൾ അവിടെ സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അറബിയിൽ അങ്ങനെ എഴുതണമെന്നാണ്. അതൊരു മര്യാദയാണെന്നാണ്, അദബാണെന്നാണ്. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു തആല അൻഹു വലിയ ആശിഖുർ റസൂലാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരു സ്വപ്നം കാണുകയും നബിതങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയ വലിയ മഹാനാണ് മഹാനായ ഇമാം സഖാവി റളിയല്ലാഹു. മഹാനവറുകൾ പറയുന്നു, അൽ ഖൗലുൽ ബദീഅ് ഫി സ്വലാത്തി അലാ ഹബീബി ഷഫീഅ് എന്ന മഹാനവറുകളുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമുണ്ട്. 500 പേജുള്ള ആ ഒരു ഗ്രന്ഥം, ആ കിതാബിൻ്റെ 256 പേജിൽ ഒരു സ്വലാത്ത് മഹാനവറുകൾ പറയുന്നുണ്ട്. ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടവും മഹാനവറുകൾ പറയുന്നു. ഒരാള് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, എന്താണ് ആ സ്വലാത്ത്? ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവാകുന്ന മുത്തായ റസൂലിന് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അദദമാ ദക്കറഹു ദാകിറൂൻ, സ്മരിക്കുന്ന ആളുകൾ നബിയെ സ്മരിക്കുന്ന കാലത്തോളം, വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ, അശ്രദ്ധമാകുന്ന ആളുകൾ അശ്രദ്ധമാകുന്ന കാലത്തോളം അല്ലാഹുവേ ആ മുത്തായ റസൂലിനും സ്വഹാബിമാർക്കുമൊക്കെ എല്ലാവിധ ഗുണങ്ങളും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ലാ എന്നാണ് ഈ ഒരു സ്വലാത്തിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു ഹദീസാണ് അവിടെ പറയുന്നത്, ഇന്നലില്ലാഹി മലക, അല്ലാഹുവിനൊരു മലക്കുണ്ട്, ലഹു ജനാഹാനി, അതിന് 2 ചിറകുകൾ, ആ മലക്കിന് 2 ചിറകുകളുണ്ട്. അഹദുഹുമാ ബിൽ മശ്രിഖി വൽ ആഖിറു ബിൽ മഗ്രിബ്, ഒരു ചിറക് കിഴക്ക് ഭാഗത്താണ്, മറ്റേ ചിറക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഫഇദാ സല്ലൽ അബ്ദു അലയ്യ ഹുബ്ബാ, നബിതങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ എൻ്റെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, അതായത് ആ മലക്കുണ്ടല്ലോ, ആകാശഭൂമികളുടെ വലിപ്പമുള്ള ചിറകുള്ള മലക്ക് അതെന്തെയും വെള്ളത്തിൽ മുങ്ങുമെന്നാണ്. വെള്ളത്തിൽ മുങ്ങി അത് എഴുന്നേറ്റിട്ട് അതിങ്ങനെ അതിൻ്റെ ചിറക് കുടയുന്ന സമയത്ത് ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും ഓരോ മലക്കിനെ അല്ലാഹു തആല സൃഷ്ടിക്കുമെന്നാണ്. എത്രയാ? 300 ആണോ, 3000 ആണോ, 3 ലക്ഷമാണോ, 3 കോടിയാണോ, 30 കോടിയാണോ, 3 ലക്ഷം കോടിയാണോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ എത്രമാത്രം തുള്ളികളുണ്ടോ ആ ചിറകിൽ, അത്രമാത്രം മലക്കുകൾ അല്ലാഹു തആല അവൻ്റെ അനുമതിയോടുകൂടി ആ മലക്കുകൾ ഇങ്ങനെ എഴുന്നേക്കും. എന്നിട്ടോ യസ്തഗ്ഫിറു ലിദാലിക്കൽ മുസല്ലിയ അലയ്യ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകളെല്ലാം ആ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യന് വേണ്ടി അയാൾക്ക് ഇങ്ങനെ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഈ ഒരൊറ്റ പ്രതിഫലം മനസ്സിലാക്കിയാൽ മതിയല്ലോ. മലക്കുകളുടെ ഇസ്തിഗ്ഫാർ കിട്ടുന്ന, മലക്കുകൾ പാപമോചനം തേടാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു സ്വലാത്താണ് നമ്മളിവിടെ പറഞ്ഞത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്, നാളെ പകലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും, വുളു ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്താണ് ഇത്. നിത്യമാക്കണേ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ സ്വലാത്തിനെ, മറ്റ് ഇബാദത്തുകളെ എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്.
ഒരുപാട് പേര് നേരിട്ട് കണ്ടും ഫോണിൽ വിളിച്ചുമൊക്കെ ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. പരിപാവനമായ ശവ്വാൽ മാസം അല്ലെ, അൽഹംദുലില്ലാ, അതിൻ്റെ ദിനങ്ങളിങ്ങനെ കടന്നു പോവുകയാണ്. ഇനി ഹജ്ജിൻ്റെ അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന, സിയാറത്തിന് പോകുന്ന എല്ലാ ഹാജിമാർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും സലാമത്തും കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കുമൊക്കെ താമസിയാതെ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.